കുഞ്ഞിപ്പാ. മൂത്താപ്പാ എവിടുന്ന് വരുന്ന പെരീന്ന? ഞാൻ പെരീന്ന് തന്നെയാണ് വരേണ്ടത്. മാനു ഇവിടെ ഇല്ലടാ. ഞങ്ങളെ രണ്ടാളും കൂടി കാണാച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ്. മാനു ഇവിടെ ഇല്ലല്ലോ, ഓ തിരുവുക്ക് പോയതാണ്. എന്താ മൂത്താപ്പ കാര്യം? ഞാനും ഉപ്പിയും കൂടി ചെറിയ ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ നിങ്ങക്ക് അറിയാലോ. ഇജ്ജ് കുറച്ച് പൈസ ഒക്കെ ചോദിച്ച് എന്റെ അടുത്ത് വന്നീന്നു. അന്ന് ഞാൻ എനിക്ക് തന്നിട്ടുമില്ല. ഞാൻ നിങ്ങളെ രണ്ടാളെയും കൂടി മോതാവിൽ കണ്ട് തീർക്കാച്ചിട്ട് പോകുന്നതാണ്. ഇത് ഇപ്പാന്റെ കുറച്ച് പൈസയാണ്. പിന്നെ ഇന്റെ പേരിലാണ് ഈ ആധാരങ്ങളൊക്കെ. അത് ഇജ്ജ് സൗകര്യം പോലെ രജിസ്റ്റർ ഓഫീസിൽ ചെന്നുകാണ്ട് എന്റെ പേർക്കോ അല്ലെങ്കിൽ ഓന്റെ പേർക്കോ അല്ലെങ്കിൽ ഇമ്മാന്റെ പേർക്കോ ആർക്കും മാറ്റിക്കാണ്ടി എപ്പോഴാ വെച്ചാൽ ഇന്നെ വിളിച്ചോണ്ടി ഞാൻ വന്നുകാണ്ടേ എവിടെ വെച്ചാ ഒപ്പിട്ട് തരണ്ട്. അല്ല മൂത്താപ്പ പൈസ ഒട്ടാരണ്ടാ? ഇതൊരു 4.25 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. പിന്നെ 4-5 പറമ്പിന്റെ ആധാരങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ കുറച്ച് മുമ്പ് ചെയ്യുകയാണെങ്കിൽ എന്റെ പല ജീവനെ നിലനിർത്തിയിരുന്നല്ലോ. ഞാൻ അന്ന് ഇങ്ങോട്ട് എത്ര കെഞ്ചി ചോദിച്ചു. അന്ന് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായില്ലല്ലോ. ഇനി ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? നിന്റെ അപ്പാക്ക് ഉപകാരപ്രവർത്തന മുതൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിന്റെ അപ്പ ഇങ്ങോട്ട് ചോദിച്ചു പൈസ, അപ്പോഴും നിങ്ങൾ ഓരോന്ന് പറഞ്ഞാണ്ട് ഒഴിവായി. ഓന് ഇത്രയും വലിയ സോക്കേടുള്ളതൊക്കെ ഞാൻ ആദ്യം തന്നെ അറിഞ്ഞേക്കണു. ഞാൻ നിങ്ങളോട് പറയായേ പൈസ വല്ലാതെ ചെലവാക്കണ്ടല്ലോ വെച്ചിട്ട്. അത് എന്റെ അടുത്ത് വലിയൊരു തെറ്റന്നെയാണ്. മൂത്താപ്പ ഞങ്ങളപ്പാക്ക് ഞങ്ങളതികാരി സ്നേഹം ഓടായിരുന്നു. എന്നിട്ടാണ് നിങ്ങൾ ഈ പണി ചെയ്തത്. അതൊന്നും പറഞ്ഞേക്കാണ്ടേ നിങ്ങൾ എന്റെ മനസ്സ് വേദനിപ്പിച്ചല്ലേ. ഓൻ മരിച്ചതിന് ശേഷം ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. മുത്താപ്പാനെ കുട്ടിയത് പിടിച്ചോളൂ. ഞങ്ങളെല്ലാരും കൂടി ഒരു തീരുമാനത്താണ്. ഈ മുതല് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്കാണ് തേട്ടെ. കാക്ക ഇത് ഗ്യാസ് ഒന്നും ആവില്ല. ഇപ്പൊ ഉണ്ട് ഈ വേദന. ഈ മരുന്ന് മാത്രം കുടിച്ചുകാണ്ടേ ഇപ്പൊ കാത്തിരിക്കരുത് മൂപ്പരൻ. സൈലന്റ് അറ്റാക്കിന് വരാൻ സാധ്യത ഉണ്ട്.